ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ പീച്ചി ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഏകദേശം നമ്മൾ പീച്ചി ഡാം അടുക്കാറായിട്ടുണ്ട്. നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളൊരു കൗണ്ടറുണ്ട്. 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടന്ന് പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് അധികം വിസിറ്റേഴ്സൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ആളുകളുടെ അത്ര തിരക്കൊന്നും കാണുന്നില്ല. ആളുകൾ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് വരുന്തോറും നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഈ ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ ഉള്ള ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു വിഷൻ കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഡാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കി, വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല പച്ചപ്പറന്ന് ഇടതൂർന്ന് മരങ്ങൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയുമൊക്കെ ഒരു ലെങ്ത്താണ് ആ ഡാമിനുള്ളത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാപ്പ്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണാം കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ലൊരു ഗാർഡൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ അങ്ങേയറ്റത്തെ ആ മലനിരകളൊക്കെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് താഴേക്ക് വെള്ളം ഒഴുകി ചെല്ലുന്നതാണ്. അതായത് നല്ല പവറിലാണ് വെള്ളം ഒഴുകി ചെല്ലുന്നത്. തന്നെയല്ല, നമ്മളവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര രമ്പലാണ് ഈ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴെ കാണുന്ന ഗാർഡനിലേക്ക് നമുക്ക് ഇറങ്ങി പോകണം. നല്ല രസമാണത്, മരങ്ങളും ചെടികളൊക്കെ നിൽക്കാൻ. ഇതിൽ പോകാനായിട്ട് റൈറ്റ് സൈഡിൽ നമുക്കൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതുവഴി ഇറങ്ങി പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് പോവുകയാണ്. ഇതാ പോകുന്ന വഴിക്കുള്ള മരങ്ങളാണ്. അടുത്തെത്തുമ്പോഴാണ് ഇത്ര വലിപ്പം ഇതിനുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുവഴി നമ്മൾ ഇറങ്ങി പോകണം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മേളിൽ നിന്ന് ആ പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്ന വെള്ളം ഒഴുകി വരുന്നത് കാണാം. ഈ ചെറിയ പാലത്തിൽ കൂടെയാണ് നമ്മൾ അടുത്ത ഗാർഡനിലേക്ക് കയറുന്നത് കേട്ടോ. അവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്, ഒന്നും പറയാനില്ല. നമുക്ക് കുറേയധികം മരങ്ങളും ചെടികളും അതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വള്ളിക്കുടിലുകളുണ്ട്. അതിനിടയ്ക്കും ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന ചെറിയ ചെറിയ പാലങ്ങളും കൈവരികളായിട്ടൊക്കെയുള്ള പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ആസ്വദിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കണ്ടോ, ആ ചെറിയ കൈവരിയൊക്കെ കണ്ടോ, അതുവഴിയൊക്കെ ആൾക്കാർ ഇത് കണ്ടോ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കുള്ള കൈവരി. അപ്പോൾ ഞങ്ങളും അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിന്നു. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ്, മുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ആണിത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ലാസ്റ്റ് കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷനിൽ ആ വെള്ളം, അതായത് ഡാം തുറന്നു വിടുന്ന ഭാഗത്തെ വെള്ളമാണ്. കുറച്ചേ ഉള്ളൂ, മഴ സമയത്തായിരിക്കും അവിടെ കൂടുതൽ വെള്ളം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് പോർഷനിലെ ഗാർഡനാണ്. അവിടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു സ്നാക്സൊക്കെ കിട്ടുന്നൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ആ ചേച്ചി വന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് കാണാം പിള്ളേരൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ട്. എല്ലാവർക്കും വലിയവർക്കും ഊഞ്ഞാലൊക്കെ ആടാം കേട്ടോ. കുറേ ഊഞ്ഞാലുകളൊക്കെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് ഊഞ്ഞാലൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെടികളൊക്കെ നിറയെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇനി ആ കാണുന്ന സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കയറി പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.